ഒരു വരുമാനം ആഗ്രഹിച്ച് കൂടുതൽ കാശുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം അഥവാ വെറും 3999 രൂപ പ്ലസ് 18% GST കൊടുത്ത് 4719 രൂപയ്ക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും സേവ് ആപ്പ് വാങ്ങിക്കുക. വൺ ടൈം ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനി കൊടുക്കുന്നത്. അൺലിമിറ്റഡ് കാശ് ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു ആപ്പ് വാങ്ങിക്കുന്നു. പ്ലേ സ്റ്റോറിലുള്ളതാണ്. നമുക്ക് ഏത് ടൈമിലും വാങ്ങിക്കാം. അങ്ങനെ ഇത്ര ടൈം അങ്ങനൊന്നുമില്ല. ആരും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഓൺലൈനിലൂടെ ഒക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാറില്ലേ? അതേപോലെ സേവ് ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് UPI അങ്ങനെ ഏതെങ്കിലും ഫോർമാറ്റിൽ നമുക്കിത് വാങ്ങിക്കാം. ഇങ്ങനെ വാങ്ങിച്ചു. ഓക്കെ, വീണ്ടും പറയുന്നു, ഒറ്റ തവണ ലൈഫിൽ ക്യാഷ് മുടക്കി അഥവാ ഒരു സേവ് ആപ്പ് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് വാങ്ങിച്ചു. നമ്മൾ വാങ്ങിച്ചു. ഇതേപോലെ നമ്മൾ ഒരേ ഒരാൾക്ക് അങ്ങ് റെഫർ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ റെഫറിലൂടെ വാങ്ങിക്കുകയാണെങ്കിൽ 800 രൂപ റഫൽ കമ്മീഷൻ തരുന്നു. എത്രയാ? 800 രൂപ റഫൽ കമ്മീഷൻ തരികയാണ്. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും എത്ര പേരെ കൊണ്ട് വേണമെങ്കിലും വാങ്ങിപ്പിക്കാം. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. എത്ര പേർക്ക് കൊണ്ട് വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കാം. അതല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഓരോ ഡയറക്റ്റിനും 800 രൂപ റഫൽ കമ്മീഷൻ തരികയാണ്. ഒരു നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം അക്കൗണ്ടിലേക്ക് തരുന്നു. പിറ്റേ ദിവസം തന്നെ തരാം. നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? എല്ലാ പ്രോഗ്രാമിലും പറയാറുണ്ട്, ആരോടും എവിടെയും എപ്പോഴും എങ്ങനെയും പറയാൻ പറ്റുന്ന ഒരു പ്രൊഫൈലുണ്ട് നമ്മുടെ കമ്പനിക്ക്. നമുക്ക് പറയാം, 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റും, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും അല്ലേ? അങ്ങനെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇൻറ്റു 800 റഫൽ കമ്മീഷനായിട്ട് കമ്പനി അങ്ങ് തീരുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഇൻകം, പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ. നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അവർ ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തരുന്നു 800 രൂപ. എത്ര പേർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. ഇനി രണ്ടാമത്തെ ഇൻകം, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്. നമ്മുടെ ഡൗൺലൈനിൽ ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകമാണ്. 13 ലെവൽ ഇൻകമായിട്ട് തരുന്നു. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും നമ്മൾ ഒരാൾക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ അപ്പൊ നമുക്ക് 2 പേർക്ക് കൊടുക്കാൻ പറ്റിയാലോ? അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ നമുക്കൊരു 4 പേർക്കോ 5 പേർക്കോ 10 പേർക്കോ 50 പേർക്കോ കൊടുക്കാൻ പറ്റിയാൽ അവരെല്ലാം നമ്മുടെ ഒന്നാമത്തെ ജനറേഷൻ, ഒന്നാമത്തെ ലെവൽ. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഒന്നാമത്തെ ലെവൽ, ഫസ്റ്റ് ലെവൽ. അവർ കൊടുക്കുന്നതൊക്കെ രണ്ടാമത്തെ ലെവൽ. ആ രണ്ടാമത്തെ ലെവലിൽ വരുന്ന ആളുകളൊക്കെ എത്രത്തോളം ആളുകൾക്ക് കൊടുക്കുന്നുവോ അതെല്ലാം നമ്മുടെ മൂന്നാമത്തെ ലെവൽ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവലിംഗമായിട്ട് ഈ കമ്പനി നമുക്ക് അങ്ങ് തരികയാണ്. ഒരു അൺലിമിറ്റഡ് ഇൻകം ആണ്. ഒരൊറ്റ ലൈൻ പോയാലും കിട്ടുന്നു. ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് വരണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ലെവൽ ഇൻകം എത്രയാണെന്നറിയോ? 50 രൂപ. രണ്ടാമത്തെ ലെവൽ 10 രൂപ. മൂന്നാമത്തെ ലെവൽ 20 രൂപ. നാലാമത്തെ ലെവൽ 30 രൂപ. വീണ്ടും അങ്ങനെ സ്റ്റെപ്പായിട്ട് 10, 20, 30, അഗൈൻ 10, 20, 30, വീണ്ടും 10, 20, 30. 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണ്. എത്രയാ? 30 രൂപ. ഈ 10, 20, 30 എന്നൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു ക്യാഷ്. നമ്മളൊക്കെ ഇങ്ങനെ 10,000 ഉണ്ടാക്കാൻ, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ, കോടികൾ ഉണ്ടാക്കാൻ എന്നൊക്കെ കേട്ട് 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 മരവിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. വീണ്ടും ശ്രദ്ധിച്ചോളൂ, ഈ 10, 20, 30ന്റെ ലെവല്
ടൈം എടുത്തിട്ടാണെങ്കിലും അങ്ങ് പറയാം. ഞാൻ പറഞ്ഞു, ഒരാളെ ഡയറക്റ്റ് റഫൽ ചെയ്താൽ എത്ര രൂപ കിട്ടും? 800 രൂപ പ്ലസ് ഒന്നാമത്തെ ലെവലിംഗ് എത്രയാ? 50 രൂപ. അപ്പൊ 800 പ്ലസ് എത്രയാ? 800 പ്ലസ് 50, 850 രൂപ ഒരേ ഒരാളെ റഫൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇങ്കാണ് 850 രൂപ. അപ്പൊ നമ്മൾ രണ്ടുപേർക്ക് റഫൽ ചെയ്താലോ? 8 8 16, 50 50 100, 1600 പ്ലസ് 100, 1700 രൂപ. കറക്റ്റ്. നമ്മളൊരു 4 പേർക്ക് റഫൽ ചെയ്യുകയാണെങ്കിൽ വെറും 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ 4 × 800 3200, 4 × 50 200. അപ്പൊ 3200 പ്ലസ് 200 3400. ഈ ഒരു മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോ 4 പേരിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഇൻകം മാത്രം കണക്ക് കൂട്ടി അങ്ങ് പോവുകയാണെങ്കിൽ പോലും ആ 4 പേരിൽ നിന്ന് 50 രൂപ വെച്ച് 200 രൂപ കിട്ടുന്നു. ആ 4 പേര് ചുമ്മാ വന്നതാണോ? അവർക്കും ബിസിനസ് വേണ്ടേ? അവർക്കും വരുമാനം വേണ്ടേ? ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. വർക്ക് ചെയ്യണം, പണി എടുക്കണം, താഴെത്തട്ടിലേക്ക് ഇറങ്ങണം, നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. തീർച്ചയായിട്ടും മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന അഥവാ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം. ഇവിടെ ആരെ കൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും വീണ്ടും പർച്ചേസ്, വീണ്ടും വീണ്ടും ടോപ്പപ്പ് എന്നോ അതല്ലെങ്കിൽ റിന്യൂവൽ എന്നോ അതല്ലെങ്കിൽ കിട്ടുന്ന ക്യാഷ് വീണ്ടും തന്നെ കമ്പനിക്ക് കൊടുക്കാനോ അല്ല പറയുന്നത്. ഓൺലി വൺ ടൈം. 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു IT കമ്പനിയുടെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട്. അതൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നു. ഈ രീതിയിൽ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതങ്ങ് ആളുകൾ വാങ്ങിക്കുമ്പോൾ 3999 രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. 719 രൂപ GST ആണ്. അതങ്ങ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3999 ആർക്കുള്ളതാണ്? കമ്പനിക്കുള്ളതാണ്. ഇത് ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കാം. ആർക്ക്? ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക്. അതിൽ 3999 നിന്ന് 800 രൂപ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് പേഴ്സണൽ സെയിൽസ് കമ്മീഷനായിട്ട് ഒരു നെക്സ്റ്റ് ഡേ കൊടുക്കുന്നു. കൊടുക്കാൻ പറ്റൂലേ? അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ ഇൻകം കൊടുക്കാൻ പറ്റൂലേ? ഇത് തന്നെയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ശ്രദ്ധിച്ചോളൂ. 4 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നോ ടൈം ലിമിറ്റ്. എത്ര ടൈം വേണമെങ്കിലും എടുത്തോളൂ. അതേപോലെ നോ റഫർ ലിമിറ്റ്. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റഫർ ചെയ്യാം. അല്ല 4 പേർക്ക് തന്നെ കൊടുത്ത് നിർത്തുക എന്നുള്ളതല്ല. 4 പേർക്ക് കൊടുക്കാൻ പറ്റിയാൽ, ആ 4 പേര് 4 പേർക്ക് കൊടുക്കാൻ പറ്റിയാൽ, ആ 16 പേരും ഇതേപോലെ 4 പേർക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ചുമ്മാ വരുന്നതാണോ? അല്ല. കാശുണ്ടാക്കാൻ വന്നവരല്ലേ? ആരെങ്കിലും വെറുതെ ഒരു 4719 കൊടുക്കോ? ഇല്ല. വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. നമ്മൾക്ക് ഇറങ്ങി പ്രവർത്തിച്ച് വിജയിക്കണം എന്നുള്ള തീരുമാനത്തോട് കൂടി അങ്ങ് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. നമുക്കൊരു 4 പേർക്ക് കൊടുത്തു. ആ 4 പേരും 4 പേർക്ക് കൊടുത്തു. ആ 16 പേരും 4 പേർക്ക് കൊടുത്തു. ഇങ്ങനെ 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് കൊടുത്ത് അങ്ങനെ ഒരു 13 ലെവൽ ടീമിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഇൻകം മാത്രം, എന്താണ്, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് മാത്രം 242 കോടി രൂപ ലെവലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ ആണ് ഈ കമ്പനി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ഇങ്ക്. വല്ല ടെൻഷൻ ഉണ്ടോ? ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ ലക്ഷങ്ങളോ വീണ്ടും വീണ്ടും ആരെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കണോ? വേണ്ട. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനുള്ളിലേക്ക് കടന്നു വരാൻ.
വെറും 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് 4 പേർക്ക് കൊടുത്ത് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ക്വാണ്ടിറ്റി ഇതെല്ലാം അങ്ങ് ഉപയോഗിച്ച് കൂടുതൽ ആളുകളിലേക്ക് കൊടുത്ത് അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവലിൽ കിട്ടുന്ന ഇംഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരിക്കലും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല കേട്ടോ. പക്ക ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിത്തറ, ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. തിരക്കിന്റെ പിന്നാലെ പോകുന്നവരോട് പറയാ, വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് എന്നുള്ളതല്ല, അത് ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും, അല്ലേ? ഇപ്പോഴും ഉണ്ട് ആവശ്യമില്ലാത്ത തിരക്കിന്റെ പിന്നാലെ ട്രാവൽ ചെയ്യുന്നവർ, എന്നും പ്രശ്നം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന്റെ പിന്നാലെ അങ്ങ് പോകുന്നവർ. തരും തരും ദൈവം തരും, എല്ലാം തരും, ഓക്കെ. നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് വഴികൾ തരുന്നുണ്ട്, നമുക്ക് ഓരോ രീതിയിൽ നമ്മുടെ കൈകളിൽ കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തന്നെ അത് കിട്ടുള്ളൂ. വേറെ ആരും അങ്ങ് കൊടുന്ന് തരൂല്ല. വീണ്ടും പറയുന്നു, ഈ ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം നമുക്ക് ഓരോരുത്തർക്കും. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ടൈം കണ്ടെത്തിക്കോളൂ. അത് നാളേക്കാക്കാതെ, മറ്റന്നാൾക്കാക്കാതെ, അല്ലെങ്കിൽ വീണ്ടും നാളെ 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 നോക്കാം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നാളുകൾക്ക് അവസാനമില്ല. ചെയ്യണമെങ്കിൽ തീരുമാനം എല്ലാവർക്കും പറ്റും. ആരെ കൊണ്ടും വീണ്ടും വീണ്ടും ലോൺ എടുക്കാനോ വീണ്ടും വീണ്ടും മാസം 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 പർച്ചേസ് ചെയ്യാനല്ലല്ലോ പറഞ്ഞു തരുന്നത്. ഈ സിസ്റ്റം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാശുണ്ടാക്കാം, എൻജോയ് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ സ്വപ്നം കാണുന്നുണ്ടാകാം, പല 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 ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ഒരു 4 പേർക്ക് കൊടുക്കാൻ പറ്റൂലേ? പഠിപ്പിക്കാൻ പറ്റൂലേ? ഈ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റൂലേ? അങ്ങനെ പോയാൽ കിട്ടുന്ന ഒരു ലെവലിംഗ് മാത്രമാണ് 242 കോടി രൂപ. നമുക്ക് ഇത്രയും കാശ് വേണോ? ഇതൊക്കെ എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ആവശ്യമുള്ളത് ഉണ്ടാക്കാം. 242 കോടി ആയിട്ട് എല്ലാ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓരോ ദിവസം ആവുന്ന കാശ് അത് അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അല്ലാതെ ഒന്നിനും വെയിറ്റിംഗ് ഇല്ല. അത്രയും ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കമ്പനി മാർക്കറ്റിലേക്ക് തന്നിട്ടുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വർഷങ്ങൾ ടൈം എടുത്ത്, ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അല്ല, അതൊക്കെ മുകളിൽ ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്, ഈ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാം, വിജയിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ഇംഗം പറഞ്ഞു, റഫൽ ചെയ്താൽ ഈ ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ ഈ ബിസിനസ്, അല്ലെങ്കിൽ പറയാം എന്താണ് ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരംഭിക്കുന്നു 800 രൂപ റഫൽ കമ്മീഷൻ. അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവലിംഗ്. അപ്പൊ ലെവലിംഗത്തെ കുറിച്ച് പറഞ്ഞു, റഫലിംഗും പറഞ്ഞു. മൂന്നാമത് മാച്ചിങ് ബൈനറി. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? ടീം ബിൽഡിംഗ് കമ്മീഷൻ. നമ്മുടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നോക്കാം. നമ്മള് റൈറ്റ് ഒന്ന് ലെഫ്റ്റ് ഒന്ന്, അഥവാ 2 ഓർഗനൈസേഷൻ ബിസിനസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ബിസിനസ് കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ മാച്ചിങ്ങിനും 400 രൂപ വെച്ച് കമ്പനി നമുക്ക് തരുന്നു. എത്രയാ? 400 രൂപ ഓരോ മാച്ചിങ്ങിനും. അതിന് ഡെയിലി ഒരു ലിമിറ്റ് ഉണ്ട്, 10,000 രൂപ. ബൈനറി ഇൻകത്തിന് മാത്രം ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്, 10,000 രൂപ, 10,000 റുപ്പീസ് ഡെയിലി പേ ഔട്ട് ആണ്. 10,000 രൂപ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മള് ഒരാളെ റഫൽ ചെയ്തു, 800 രൂപ റഫൽ കമ്മീഷൻ പ്ലസ് 50 രൂപ ലെവലിംഗ്, 850.
അയാളെ റൈറ്റിൽ ഇട്ടു. ലെഫ്റ്റിലും ഇതേപോലെ ഒരാളെ സ്പോൺസർ ചെയ്യുന്നു. 800 റഫലിംഗും 50 ലെവലിംഗും 850. അപ്പൊ നമ്മൾ രണ്ടുപേരെ റഫൽ ചെയ്തു. 800 800 1600 50 50 ലെവലിംഗും 100. അപ്പൊ 1600 പ്ലസ് 100 1700 ആയില്ലേ? പ്ലസ് ഇത് മാച്ച് ആയപ്പോൾ 400 രൂപ. 1700 പ്ലസ് 400 2100 രൂപ വെറും രണ്ട് പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. 4719 രൂപ ഇൻറ്റു 2 വെറും 9438 രൂപയുടെ ബിസിനസ് മാർക്കറ്റിൽ കൊടുത്തപ്പോൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നപ്പോ വെറും 9438 രൂപയല്ലേ രണ്ട് പേര് കൂടി കമ്പനിയിലേക്ക് അടച്ചത്. സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് 2100 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. ആ രണ്ടു പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ രണ്ടു പേർക്ക് സേവ് ആപ്പ് കൊടുത്തു. ആ രണ്ടു പേർക്ക് മിനി വെബ്സൈറ്റ്, മിനി ഡിജിറ്റൽ വെബ് കാർഡ് കൊടുത്തു. അവർക്ക് GST ബില്ല് കൊടുത്തു. അവർക്ക് ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് 4500 പർച്ചേസ് പോയിന്റ് കൊടുത്തു. അതുകൂടാതെ റീചാർജ്, ലെവലിംഗ് 2% 20 ലെവൽ കിട്ടുന്ന ഒരു പ്രോഗ്രാമും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോളോ അപ്പ്, ഈ ഒരു മെത്തേഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രണ്ടു പേരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ ലെവലിംഗ്, ആ രണ്ടു പേരിൽ നിന്ന് ആരംഭിക്കുന്ന ബിസിനസ്സിലൂടെ കിട്ടുന്ന ബൈനറി ഇൻകം ലൈഫ് ടൈം എൻജോയ് ചെയ്തൂടെ? അപ്പൊ ഈ രണ്ടു പേർക്ക് പകരം നേരത്തെ പറഞ്ഞതുപോലെ 4 പേർക്ക് കൊടുത്തുള്ള ആ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലോ, 2 പേരെ റൈറ്റിലും 2 പേരെ ലെഫ്റ്റിലും, 4 പേർക്ക് റഫൽ ചെയ്തപ്പോ 4 × 800 3200, 4 × 50 200, 3200 പ്ലസ് 200 3400 പ്ലസ് 800 രൂപ ബൈനറി 4200 രൂപ 4 പേർക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഈ ബിസിനസ് കേൾക്കുന്ന, അഥവാ ഈ മീറ്റിംഗ് കേൾക്കുന്ന ഓരോരുത്തരും തീരുമാനം എടുക്കുന്നു, ജോയിൻ ചെയ്യുന്നു, 4 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിലേക്ക് 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഈ ഒരു മെത്തേഡ് വരും. ഒന്ന് കണക്ക് കൂടി നോക്കൂ. 4719 ഇൻറ്റു 4 18876 രൂപ. ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റാത്തവരാണ് നമ്മൾ. അല്ല, നമ്മൾ ഇറങ്ങണം, മാർക്കറ്റിലേക്ക് ഇറങ്ങണം, പ്രവർത്തിക്കണം, വിജയിക്കണം, കാശുണ്ടാക്കണം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറും 4 പേർക്ക് കൊടുക്കാൻ പറ്റാത്തവരല്ല നമ്മള്. വെറും 4 പേർക്ക് കൊടുക്കുമ്പോ 18876 രൂപയുടെ ബിസിനസ് കമ്പനിയിലേക്ക് വരുമ്പോ ആ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് 4200 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. ആ 4 പേരും ഇതേപോലെ 18876 രൂപയുടെ ബിസിനസ് ചെയ്യുന്നു. അവർക്കും കിട്ടുന്ന 4200. ആ 16 പേരും കൊടുക്കുന്ന 4 പേർക്ക് 18876 രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റൂലേ? അതിന്റെ ലെവലിംഗ് മാത്രമാണ് 242 കോടി രൂപ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. 4ാമത്തെ ഇങ്ക്, 1ാമത്തെ റാങ്കിന് ഒരു പേരുണ്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ആരാ? മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഫസ്റ്റ് റാങ്ക്, 1ാമത്തെ റാങ്ക്. അവർ ചെയ്ത റഫൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റഫലിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലെവലിംഗും കൊടുത്തിട്ടുണ്ട്. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് റാങ്ക്. അപ്പൊ 4 × 400 1600 രൂപ അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് കൂടാതെ ഇൻസെന്റീവ് ആയിട്ട് ഒരു 500 രൂപ ഈ കമ്പനി